എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ FB പേജായ ടെക് ബ്രോസ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഫോളോയിങ്ങിൽ സി ഫസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യുക. ടെക് സംബന്ധമായ ഏത് വീഡിയോകൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷന്റെ ഉപയോഗങ്ങളെ കുറിച്ചാണ്. ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും തർജ്ജമ ചെയ്യാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമ്മളെ സഹായിക്കുന്നു. മലയാളത്തിൽ ഏകദേശം 70% കൃത്യമായി മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇത് വളരെ സഹായകമാണ്. അതിനായി ഗൂഗിൾ പ്ലേയിൽ നിന്നും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. യുവർ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷും ലാംഗ്വേജ് ദാറ്റ് യു ട്രാൻസ്ലേറ്റ് മോസ്റ്റ് ഓഫൺ എന്ന് പറഞ്ഞ് സ്പാനിഷും ആണ് കിടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് മാറ്റണം. ഞാനിവിടെ അതിനെ മലയാളത്തിലേക്ക് മാറ്റുകയാണ്. മലയാളം ക്ലിക്ക് ചെയ്ത് ബട്ട് നോട്ട് അവൈലബിൾ ഓഫ്ലൈൻ എന്ന് തന്നിട്ടുണ്ട്. കാരണം ഇത് മലയാളം ഓഫ്ലൈനിൽ വർക്ക് ആവില്ല. അതിനുശേഷം ഫിനിഷ്ഡ് കൊടുക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ഞാൻ അതിലെ ഒരു ഇംഗ്ലീഷ് ചാറ്റ് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത ഓപ്ഷൻ അല്ലാതെ വേറൊരു ലോഗോ നാം കാണുന്നില്ല. വീണ്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷനിലേക്ക് പോവുക. അവിടെ ടേക്ക് എ ടൂർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ടേൺ ഓൺ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും വാട്സാപ്പിലേക്ക് പോവുക. ഇപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കോപ്പി ഓപ്ഷൻ വരുന്നതോടൊപ്പം റൈറ്റ് സൈഡിലായിട്ട് വേറൊരു ലോഗോ നമുക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നാം ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് പോകും. അവിടെ നിന്ന് നാം ഏത് ഭാഷയിലേക്ക് വേണമോ ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ആ വലിയ ഇംഗ്ലീഷ് പാരഗ്രാഫ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് റൈറ്റ് സൈഡിലുള്ള 3 കുത്ത് അതിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്തെടുക്കാൻ കഴിയും. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയാം. ഈ രണ്ട് ലാംഗ്വേജ് നമുക്ക് തിരിച്ചും മറിച്ചും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. അതിൽ മധ്യത്തെ ആരോ ചിഹ്നം ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി. കോപ്പി ബട്ടൺ അമർത്തി നമുക്കത് കോപ്പി ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മലയാളം അല്ലാതെ ഒരുപാട് ലാംഗ്വേജ് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് ചിഹ്നമുള്ളവയെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനിൽ യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ മലയാളത്തിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് കോർണറിലായിട്ട് കാണുന്ന ക്യാമറ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമുക്കൊരു ക്യാമറ ഓണായി വരികയും അതുവഴി എടുക്കുന്ന ഫോട്ടോയിലുള്ള ലാംഗ്വേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും കഴിയും. മധ്യത്തെ മൈക്ക് ചിഹ്നം അമർത്തിയാൽ നമുക്ക് റെക്കോർഡ് ചെയ്ത വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.